രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഓക്കെ ഓക്കെ. ഞാനും മഞ്ജുവിന്റെ എനിക്ക് ഇതുപോലെ തന്നെ കുറെ നാളായിട്ട്, എനിക്കൊന്നും ഒരു 5-6 വർഷമായിട്ട് അത് നടക്കാതെ ഇങ്ങനെ അല്ലേ. ശങ്കർ, നമ്മുടെ ശങ്കർ രാമകൃഷ്ണൻ ഡയറക്ടർ ശങ്കറാണ് ആദ്യം ഒരു സിനിമ പ്ലാൻ ചെയ്ത് പറഞ്ഞത്. ഭയങ്കരമായിട്ടുള്ള സന്തോഷമായിട്ടിരുന്നു. എന്റെ ഓർമ്മയില് ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു സിനിമ, ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോ കണ്ണൂരൊരു വീട്ടിലായിരുന്നു കേട്ടോ. അതിന് ഞാൻ പുറത്തോട്ട് വന്നപ്പോ എന്നെ 3-4 പ്രാവശ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് ഒരാള്. കുറച്ച് ആൽബം ഒക്കെ ഉണ്ട്. അപ്പൊ അവിടുത്തെ ആ വീട്ടിലെ ആ അമ്മ എടുത്ത് പറഞ്ഞു, ഋഷി ഇതിന്റെ മകളുണ്ടല്ലോ നല്ല ആർട്ടിസ്റ്റാണ്, നല്ലോണം ഡാൻസ് ചെയ്യൂട്ടോ, ഒന്ന് കണ്ടുപോകുന്നു പറഞ്ഞപ്പോ കണ്ണൊക്കെ നല്ലവണ്ണം വരച്ച് മഞ്ജു കൊച്ചിലെ. ഓ അത് ഞാനിപ്പോ ആദ്യമല്ല പറയുന്നത്. മഞ്ജുനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ കണ്ണൊക്കെ നീട്ടി വെച്ചിരിക്കുന്നു വെച്ച് എല്ലാം വെച്ച് കുറെ ഫോട്ടോസ്. ഇപ്പൊ ഞാൻ എല്ലാം ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞ സിനിമയിൽ ഇതിനെ വായിച്ചിട്ടു ഇല്ല, നല്ല ആഗ്രഹമൊക്കെ. അപ്പൊ അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിന്റെ ആരോ പ്രധാനപ്പെട്ട ഒരാളാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പോ നല്ലോണം എല്ലാത്തിനും നല്ല കഴിവൊക്കെ ആ കുട്ടിക്ക് കേട്ടോ. അപ്പൊ ഉർവശി അവരോട് പറഞ്ഞു, ഞാൻ പറയാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ കാണാനില്ല. ഞാൻ അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന് IV ശശിയെ അടുത്തൊന്ന് പരിചയപ്പെടുത്താന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല മഞ്ജുവിന്റെ അടുത്ത്. എന്തായാലും വേറെന്താണ് ഞങ്ങളിവിടെ ചെയ്യേണ്ടത്? എന്തെങ്കിലും